ഇവിടെ എന്താ പറയുക VNVയുടെ സിറ്റുവേഷൻ അവർ ഇതേപോലെ നമ്മളോട് സംസാരിക്കാൻ വിളിച്ചു. എന്നിട്ട് അവർ ഭയങ്കര മാസമായിട്ടുള്ള രീതിയിൽ നമ്മളെ അടിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യം ഞാൻ കാണിച്ചത്. ഇവിടെ ഡിസ്കോഡിൽ എന്തായാലും ഉണ്ടാവുമല്ലോ, നോക്കാം. ഫാൽക്കൺ ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നലെ. ഫാൽക്കൺ ഞാൻ കൊടുത്ത വാക്ക് എൻ്റെ ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്കൊരു ഒറ്റ തന്തയുള്ളൂ. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ, അത് എന്നായാലും. ഫാൽക്കൺ ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഫാൽക്കൺ അറിയാം. അത് ഞാൻ പാലിച്ചിരിക്കും. അതെന്റെ വാക്ക്. ഞാൻ ഈ ലൈവിൽ ഈ 500 പേര് കണ്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന വാക്കാണ്. അത് പാലിച്ചില്ലെങ്കിൽ ഫാൽക്കൺ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഫാൽക്കണോട് ചോദിച്ചു. ഉറപ്പ്, ഞാൻ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പ് തരാം. കുറച്ച് മാസം കേട്ടോ. കൊന്നാളെയാണിത് നായ്ക്കും മരിക്കാൻ പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താന്ന് ഞാൻ അറിയിച്ചോ. അവൻ അറിയിച്ചോളൂടാ. അവന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. ഒരൊറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ് ഞാനെങ്കിൽ അവന് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. കാരണം അവൻ അത്രയ്ക്ക് ഇന്നലെ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ തീർത്ത് കൊടുത്തിരിക്കും അവൻ ആ വാക്ക് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അതൊക്കെ കൊണ്ട് കൊട്ട നോക്കിട്ട് ഓടൂലേ, അതേപോലെ മറ്റേ കുതിര വേണ്ടിട്ട് ഇങ്ങനെ ചുണ്ടൊക്കെ മാറ്റി കുരിഞ്ഞോടൂലേ, അതേപോലെ ഇന്നലത്തെ അജുബയുടെ പൊസിഷനിങ് ഡബിൾ ഓൾറെഡി പൊസിഷൻ അതോ എടുക്കണ കിലോ 29 FPS എടുക്കണം. 29-30 FPS കില്ലൊക്കെ എടുക്കണേ. ഇങ്ങനെ കൊണ്ട് അടിക്കോ, ഇങ്ങനെ തിരിച്ചടിക്കോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തിരിച്ചടിക്കും. ഞാൻ ചുമ്മാ കൊണ്ട് മറ്റേ പരുത്തിക്കുരു ചതയ്ക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന ആൾക്കാരല്ല ഇവരാരും. അവരാരും ഇതുവരെ അങ്ങനെയല്ല രാജുഭായ് സ്ട്രീമിംഗ് ആയിരുന്നാ? ആ രാജുഭായ് സ്ട്രീം ഉണ്ടായിരുന്നു. 25 FPS രാജുഭായ് അടിക്കും, രാജുഭായ് അടിച്ചിരിക്കും. ആ രാജു ഉറപ്പല്ലേ, നിങ്ങൾ കണ്ടോ? രാജുഭായ് എന്നെ വിളിച്ചതിന് കുറെ സംസാരിച്ചു. നമ്മള് മോനെ അടിന്ന് പറഞ്ഞാണ്ടല്ലോ പൊളക്കൻ അടിക്കും. തിരിച്ച് അടിച്ചവന്മാരൊക്കെ പൊളക്കന തിരിച്ചടിക്കും. അത് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് അടിക്കും. ഞാൻ വേറൊരു വാക്കും കൊടുത്തിട്ടുണ്ട് ഫാൽക്കൺ, അതും നമ്മൾ പാലിക്കും. ആരും മിണ്ടല്ലേടാ, ഒരു മിനിറ്റ്. ഇത് VNV ചേട്ടന്മാരാന്ന് നോക്കട്ടെ. അടി വേദിക്കാന് നേരമുണ്ടാവും, ഉറപ്പല്ലേ? അത് അപ്പൊ കാണാം. ഗ്യാങ് ആയിട്ട് ഡൗൺ ആയല്ലോ. നമ്മൾ 14 വർഷം 16 പേരെന്തുണ്ടായില്ല ഇവര്. 17 vs 12 11 നമ്മൾ 12. അതില് എന്നെ ഓൾറെഡി ഡൗൺ ആക്കി. തുടക്കത്തിൽ ഞാൻ ഡൗൺ ആയിരുന്നു. തുടക്കത്തിൽ നീ ഡൗൺ ആയിരുന്നു. ആരാണ് ആദ്യം അടിച്ചത്? എന്തൊരു എന്തോ നമുക്ക് അടിച്ചു പഠിക്കാൻ പറ്റിയ ഒരു ഗ്യാങ് ആണല്ലേ? ആണല്ലേ? എന്നാ പിന്നെ അത് അവരെ 10 RP പ്ലേസ് ആണ് നമ്മൾ പഠിക്കാൻ പറ്റിയ വീണ്ടും തല്ലുകൾ. ബൈ ബൈ. നമുക്ക് കാണാം. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാണ്. നമ്മുടെ മാന്യത എന്താന്ന് വെച്ചാൽ നിന്നെയൊക്കെ അടിക്കുമെന്ന് പറഞ്ഞിട്ടേ അടിക്കത്തുള്ളൂ, മനസ്സിലായോ? അല്ലാതെ സംസാരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എയിമും പിടിച്ചു വെച്ചിട്ട് ഞങ്ങൾ അടിക്കൂല, ഞങ്ങൾ അമ്മാതിരി 3rd rate പരിപാടി കാണിക്കത്തില്ല. VNVയുടെ ലീഡറെ എഴുതി വെച്ചോ, ഞാൻ എഴുതി വേണം വീട്ടിലോട്ട് കത്തയച്ചു തരാം. അമ്മാതിരി പരിപാടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല, മനസ്സിലായോ? പത്താളിന്റെ ബലവും
ഇരുട്ടിന്റെ മറവില്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. അടിക്കൂടാ അടിക്കൂന്ന് പറഞ്ഞാൽ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അടിക്കൂടാ. ആണുങ്ങളെ പോലെ